ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 26-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 236-ാമത്തെ നാമം മുതൽ 246-ാമത്തെ നാമം വരെയാണ് പരാമർശിക്കുന്നത്. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭുഃ സത്കർത്താ സത്കൃത സാധു ജഹ്നുർനാരായണോ നരക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സുപ്രസാദ, പ്രസന്നാത്മാ, വിശ്വധൃക്, വിശ്വഭുഗ്, വിഭു, സത്കർത്ത, സത്കൃത, സാധു, ജഹ്നുർ, നാരായണ, നരഹ. 11 നാമങ്ങളാണ് ഭഗവാന്റെ ഈ ശ്ലോകത്തിലുള്ളത്. ആദ്യത്തെ നാമധേയം സുപ്രസാദ. പ്രസാദ എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥ. സുപ്രസാദ എന്ന് പറഞ്ഞാൽ സു എന്നാൽ സംസ്കൃതത്തിൽ എല്ലാത്തിനോടും ചേർന്നത്, മുഴുവനായിട്ട്, അങ്ങനെ ചേരുന്നതിന് വേണ്ടി സു എന്ന പദം ഉപയോഗിക്കുന്നു. അപ്പോൾ സുപ്രസാദം എന്ന് പറഞ്ഞാൽ ആരാണോ മുഴുവനായിട്ട് ദൈവികമായ ആ ഒരു സന്തോഷത്തെ അനുഭവിക്കുന്നത്, അതായത് ഏറ്റവും സന്തുഷ്ടമായ ഒരു അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നതാരാണോ അവരെ സുപ്രസാദ എന്ന് പറയുന്നു. ഭഗവാന് ഇനി ഒന്നും തന്നെ നേടുവാനോ അതിനു മുകളിൽ ഒരു സന്തുഷ്ടമായ ഒരു അവസ്ഥ പ്രാപിക്കുവാനോ ഇല്ല. കാരണം ഭഗവാൻ പൂർണ്ണതയിൽ നിൽക്കുകയാണ്. അതിനാലാണ് ഭാഗവതത്തിൽ നമ്മൾ ഭഗവാനെ പൂതന എന്ന് പറയുന്ന ആ ഒരു രാക്ഷസി വന്നപ്പോഴും ആ ഒരു കൃഷ്ണന്റെ അവതാരത്തിൽ ഭഗവാൻ ആ ഒരു വിഷത്തെ കൊടുത്ത് ആ ഒരു പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഭഗവാൻ ആ പൂതനയെ മരണപ്പെടുത്തുകയോ ഭഗവാൻ പൂതനയ്ക്ക് കൊടുത്ത ആ ഒരു മുക്തി എന്നാണ് പറയുന്നത്. ഭഗവാൻ പൂതനയെ കൊല്ലുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ അല്ല ചെയ്തത്. ഭഗവാൻ ആ ഒരു അമ്മയുടെ സ്ഥാനത്താണ് ആ പൂതനയ്ക്ക് കൊടുത്തത്. അങ്ങനെ പൂതനയ്ക്ക് മോക്ഷം നേടുകയും അങ്ങനെ ആ ഒരു പൂതനയുടെ ശരീരം, ആ ഒരു വലിയ ശരീരത്തെ എരിച്ചപ്പോൾ ചന്ദനത്തിന്റെ ഗന്ധമാണ് ഉണ്ടായത്. കാരണം ഭഗവാന്റെ ആ ചുണ്ടുകളിൽ നിന്നുമുണ്ടായ ആ ഒരു അനുഗ്രഹത്താൽ പൂതനയുടെ ആ ശരീരം മുഴുവനും അങ്ങനെ പുണ്യത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നു ഭഗവാൻ, അതായത് ഞാൻ ഒരു ഭക്തനിൽ നിന്നും ചെറിയ രീതിയിൽ സന്തുഷ്ടനായാൽ തന്നെ അവർക്ക് ഒരു മോക്ഷത്തെ അല്ലെങ്കിൽ മുക്തിയെ നേടുവാനുള്ള അവസ്ഥ പ്രാപിക്കുന്നു. അതായത് നമ്മൾ എത്രത്തോളം ഭഗവാനിൽ ആ ഒരു വിശ്വാസത്തോടെ ഇരിക്കുന്നുവോ ആ ഒരു സന്ദർഭം മാത്രം മതി ഭഗവാനെ നമ്മൾക്ക് അനുഗ്രഹിക്കുവാൻ. അതിനാലാണ് ഭഗവാൻ പ്രസാദിക്കുന്നത് വളരെ എളുപ്പത്തിൽ. പ്രസാദം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന അനുഗ്രഹത്തെ കുറിക്കുന്നു. അപ്പോൾ സുപ്രസാദ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ ഒരു ഭക്തന് സാധിക്കുന്നു. അതിനാൽ ഭഗവാന് സുപ്രസാദ എന്ന നാമധേയം. അടുത്ത നാമധേയം പ്രസൻ ആത്മാ. പ്രസന്ന എന്ന് പറഞ്ഞാൽ സന്തോഷം, അതായത് ആനന്ദത്തിന്റെ പരമമായ ഒരു അവസ്ഥ. അതുപോലെ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ മനുഷ്യനിലും മനസ്സിന്റെ അകത്തിലുള്ള ആ ഒരു ഭഗവാന്റെ പരമാത്മാവായ ആ ഒരു സ്വരൂപം. അപ്പോൾ പ്രസന്നാത്മാ എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിയിലും ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ആ ഒരു സൃഷ്ടിയെ ഒരു ശക്തി കൊടുത്ത് ആ പല ഗുണങ്ങളിൽ നിന്നും വേറിട്ട സാത്വിക ഗുണത്തെ കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു ശക്തിയെ നമ്മൾ പ്രസന്നാത്മാ എന്ന് പറയുന്നു. അതായത് ഒരു ജീവാത്മാവിനെ, ഒരു സൃഷ്ടിയെ പ്രസന്നതയിലേക്ക് കൊണ്ടുവരുവാൻ ഭഗവാന് സാധിക്കുന്നു. അതിനാലാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, ഓരോ ജീവാത്മാവിനും സംഭവിക്കുന്ന ഒരു സങ്കടത്തിനും ഭഗവാൻ തന്നെയാണ് കാരണം. ആ ഒരു വിരക്തി ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഓരോ സൃഷ്ടിക്കും എപ്പോഴും സന്തോഷത്തെ അല്ലാതെ മറ്റു പല വികാരത്തെയും കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കുന്നത്. അതായത്
ഭഗവാൻ എല്ലാ 3 തരത്തിലുള്ള ഗുണങ്ങൾ, അതായത് സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും ആ മറ്റ് 2 ഗുണമായ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും ഒരു സൃഷ്ടിയെ സാത്വിക ഗുണത്തിൻ്റെ ആ ഒരു മഹത്വത്തെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് മറ്റ് 2 ഗുണങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഏറ്റവും പവിത്രമായ ഒരു നിലയിൽ നിൽക്കുന്നു. ആ ഒരു പരമമായ ആനന്ദത്തെ കൊടുക്കുവാൻ വേണ്ടി എപ്പോഴും ഭഗവാൻ തയ്യാറാണ്. അതിന് നമ്മൾ നമ്മുടെ പരമാത്മാവിനെയും ജീവാത്മാവിനെയും തയ്യാറെടുപ്പിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ പലതരത്തിലുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം നമ്മൾ ഓരോന്നായി മനസ്സിലാക്കുമ്പോൾ ഈ സൃഷ്ടിയിൽ, ഈ ജന്മത്തിൻ്റെ നമ്മുടെ എന്താണ് കാരണത്തിന് നമ്മൾ ഇവിടെ സൃഷ്ടിച്ചുവോ അത് നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ട് ഭഗവാനിൽ ലയിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനാൽ ഭഗവാൻ പ്രസന്നാത്മ എന്ന നാമധേയം. അടുത്ത നാമധേയം വിശ്വദൃക്. വിശ്വ എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം. അതായത് നമ്മുടെ ഈ സൃഷ്ടിയിൽ പല തരത്തിലുള്ള വികാരങ്ങൾ നമുക്ക് സംഭവിക്കുന്നു. ദൃക് എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ ഏതൊരു ശക്തിയാണോ ഓരോ വികാരത്തിലും വിചാരത്തിലും ആ ഒരു സൃഷ്ടിയെ സംരക്ഷിക്കുവാനായി തയ്യാറായി നിൽക്കുന്നത്, ആ ഒരു ശക്തിയെ വിശ്വദൃക് എന്ന് പറയുന്നു. അതായത് ഭഗവാൻ ഏതൊരു ലോക ദുരന്തങ്ങൾ സംഭവിക്കുന്നു, അതായത് ഒരു ഭൂമികുലുക്കം അല്ലെങ്കിൽ ഒരു വലിയ വിനാശം ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുമ്പോഴും ആ ഒരു പ്രപഞ്ചത്തിൽ നടക്കുന്ന ആ ഒരു ദുരന്തത്തിൽ പല സൃഷ്ടികൾക്കും പല കോട്ടങ്ങളും സംഭവിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഏതൊരു രീതിയിലാണോ സംരക്ഷിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്, ആ ഒരു ദുരന്തത്തിൽ നിന്നും ആ ഒരു സൃഷ്ടികളെ തിരിച്ച് അവരുടെ ആ പഴയ ജീവിതത്തിലോട്ട്, വികാരത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ ചലനത്തിനും ഭഗവാൻ തന്നെയാണ് കാരണം. അതിനുശേഷം അതിൽ നിന്നും ഓരോ സൃഷ്ടിയും ഓരോ പാഠം പഠിക്കുവാൻ വേണ്ടിയാണ് ഈ പല ദുരന്തങ്ങളും നടക്കുന്നത്. അത് പഠിച്ചതിന് ശേഷം തിരിച്ച് ഭഗവാൻ തന്നെയാണ് ആ സൃഷ്ടിക്ക് ശക്തി കൊടുക്കുന്നത്. തിരിച്ച് ഈ ഒരു കാലത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി അവരെ പൂർണ്ണമായി സഹായിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതിനാലാണ് ഭഗവാന് വിശ്വദൃക് എന്ന നാമധേയം. അടുത്ത നാമധേയം വിശ്വഭുക്. വിശ്വ എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം. പ്രപഞ്ചത്തിലെ നമുക്ക് ഓരോ അനുഭവങ്ങളെയും ഭഗവാൻ തരുന്നു. അത് ഭുക് എന്നാൽ അത് നമ്മൾ എങ്ങനെ അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നു എന്ന ആ ഒരു കാര്യത്തെ ഭഗവാൻ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ഓരോ സംഭവങ്ങൾ തരുന്നു. അതായത് നമ്മൾ ഓരോ സന്തോഷത്തെയും ഓരോ സങ്കടത്തെയും ഓരോ അദൃഷ്ടമായ കാര്യങ്ങൾ, അതായത് അത്ഭുതകരമായ കാര്യങ്ങൾ, അതായത് മനസ്സിന് ഏറ്റവും ഒരു ചലനത്തെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പോലും അത് നമുക്ക് ഓരോ പാഠത്തെ തരുന്നു. അത് എങ്ങനെ നമ്മൾ എടുക്കുന്നു, അതായത് ഭഗവാൻ എങ്ങനെയാണ് ഓരോ സൃഷ്ടിയെയും ഓരോ രീതിയിൽ സൃഷ്ടിച്ചു കൊണ്ട് പ്രളയാവസാനത്തിൽ ഈ സൃഷ്ടി എല്ലാത്തെയും തന്നെ ഭഗവാൻ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊക്കെ ഈ സംസാരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അവരൊന്നും ശാശ്വതമല്ല. അതൊരു വസ്തുവായാലും ചലിക്കുന്നതായാലും ചലിക്കാത്തതായാലും അത് ഒരിക്കലും ശാശ്വതമായി നിൽക്കുന്നില്ല. അവർക്ക് ആ ഒരു കാര്യത്തിന് എപ്പോഴും വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഭഗവാൻ നമുക്ക് ഈ ഉറക്കത്തിൽ തരുന്നത്. അതായത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 ഘട്ടത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു ഏതൊരു ദിവസത്തിലും ഭഗവാൻ. അത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരു ജാഗ്രത സമയത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു. സ്വപ്നത്തിൽ നമ്മൾ വേറൊരു പ്രപഞ്ചത്തിൽ നമ്മൾ ആ ഒരു ശരീരത്തെ ആ ഒരു വികാരത്തെ കൊണ്ടുപോകുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്വപ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ
നമ്മൾ എന്തെങ്കിലും ആസ്വദിക്കുന്ന ആ ഒരു സന്തോഷം അത് സത്യമല്ലെങ്കിൽ പോലും നമ്മൾ ഒരു നിമിഷം അതിനെ നമ്മൾ ആസ്വദിക്കുന്നു. അതുപോലെ സുഷുപ്തി എന്ന ഒരു ഘട്ടത്തിൽ പോകുമ്പോൾ അവിടെ നമുക്ക് പൂർണ്ണമായും നമ്മൾ ആ ഒരു സ്മരണയിൽ നിന്നും മാറുകയും ഭഗവാനുമായിട്ട് നമ്മൾ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതിനാലാണ് ഏതൊരു വ്യക്തിയും സുഷുപ്തി എന്ന ഘട്ടത്തിൽ പോയതിനു ശേഷം ഉണരുമ്പോൾ അവർക്ക് സാത്വികമായ ഒരു അവസ്ഥയാണ് ലഭിക്കുന്നത്. കാരണം അവർ ആ സമയത്ത് ഭഗവാനുമായാണ് സംഭാഷണം ചെയ്തു വരുന്നത്. അതിനാലാണ് ഏതൊരു സൃഷ്ടിക്കും പൂർണ്ണമായ ഒരു ഉറക്കം ആവശ്യമാണ്. അതിനാൽ അവർ നല്ല ഗാഠമായ നിദ്രയിലോട്ട് പോകുമ്പോൾ അവരുടെ പരമാത്മാവുമായി അവർ സംഭാഷണം ചെയ്യുന്നു. ആ സമയത്താണ് ഭഗവാൻ നമുക്ക് എന്തൊക്കെയാണ് പാഠങ്ങൾ തരുന്നത് എന്ന് നമ്മളുടെ പരമാത്മാവുമായി നമുക്കൊരു ബന്ധത്തെ ഏർപ്പെടുത്തുന്നത്. അതിനാൽ ഭഗവാന് വിശ്വഭുക് എന്ന നാമധേയം. അടുത്ത നാമധേയം വിഭു എന്നാണ്. വിഭു എന്നാൽ പല രൂപങ്ങളും, ആ രൂപങ്ങൾ ഒരിക്കലും അങ്ങനെ തീരുന്നില്ല. ഭഗവാൻ പല അവതാരങ്ങളും എടുക്കുന്നു, അത് പല രൂപത്തിൽ വരുന്നു. തിരിച്ചു ഭഗവാന്റെ അടുത്ത് തന്നെ ആ രൂപങ്ങൾ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ ഈ മായയുടെ സഹായത്താൽ ഈ പല രൂപത്തെയും ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുകയും ആ രൂപത്തിന്റെ പരമമായ ഒരു ഉന്നതി എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നത്. ആ ഒരു ധർമ്മത്തെ സംരക്ഷിച്ചതിന് ശേഷം തിരിച്ച് അത് ഭഗവാനിൽ തന്നെ ലയിക്കുന്നു ആ അവതാരങ്ങൾ. അപ്പോൾ ഈ മുണ്ടകോപനിഷത്തിൽ പറയുന്നത് പോലെ ഭഗവാൻ രൂപമില്ലാതെയിരിക്കുകയും ചെയ്യുന്നു, എന്നാൽ തന്നെ പ്രപഞ്ചത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പല രൂപങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അവസ്മരണീയമായ ഒരു അനുഭവത്തെ നമുക്ക് പല രീതിയിൽ തരുകയും ചെയ്യുന്നു ഈ ഭഗവാൻ. അത് പല യുഗത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ പുരാണത്തിൽ ഭഗവാൻ പറയുന്നതനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ വന്നിട്ട് പോവുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ. അതിനാൽ ഭഗവാന് പല രൂപങ്ങൾ ഉള്ളതിനാൽ ഭഗവാനെ വിഭു എന്ന് പറയുന്നു. അടുത്ത നാമധേയം സത്കർത്ത. സത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്മയേറിയ ഒരു കാര്യം. അത് കർത്ത എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി എന്ന കാര്യം. അപ്പോൾ ഏതൊരു ശക്തിയാണോ എപ്പോഴും സത്കർമ്മത്തിലൂടെ നടക്കുന്നത് ആ ഒരു ശക്തിയെ സത്കർത്ത എന്ന് പറയുന്നു. അതായത് നമ്മൾ എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം അത് ശരിയാണോ, അതിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ധർമ്മത്തിന്റെ പാതയിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കും സാധ്യമല്ല. അതിനാൽ എപ്പോഴും ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വാക്കുകൾ ഉപയോഗിക്കുമ്പോഴോ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴോ അത് നമുക്ക് എത്രമാത്രം ബാധിക്കും എന്ന് ചിന്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് എങ്ങനെ ബാധിക്കും എന്നത് കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സാത്വിക ഗുണത്തിലേക്ക് നമ്മൾ പോവുകയും നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്കാണ് മോക്ഷം ലഭിച്ച് അവർ ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നത്. അടുത്ത നാമധേയം സത്കൃത എന്ന നാമധേയം. സത്ത് എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണമുള്ള ആൾ. അതുപോലെ കൃത എന്ന് പറഞ്ഞാൽ നമുക്ക് സാത്വിക ഗുണമുള്ളപ്പോൾ നമ്മൾ എപ്പോഴും സാത്വികമായ സൃഷ്ടികളുമായിട്ടായിരിക്കും കൂടുതൽ സംഭാഷണം ചെയ്യുകയും പെരുമാറുകയും ചെയ്യുകയും. അപ്പോൾ സത്കൃത എന്ന് പറഞ്ഞാൽ എല്ലാ സാത്വിക ഗുണങ്ങളോട് കൂടിയ ഒരു സമൂഹത്തെ കുറിക്കുന്നു. ഭഗവാൻ ആ ഒരു സാത്വിക ഗുണത്തെ എങ്ങനെയാണോ അനുഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ സാത്വിക ഗുണങ്ങളിൽ ഉള്ളവർക്ക് ഭഗവാനിൽ പരമമായ ഭക്തിയും ഉണ്ടാകുന്നു. അതിന് ചില ഉദാഹരണങ്ങളാണ് സനത്കുമാരന്മാർ. അത് നമ്മുടെ ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ്. അതുപോലെ തന്നെയാണ് നാരദമുനി, അതുപോലെ തന്നെയാണ് പ്രഹ്ലാദൻ. ഇങ്ങനെ ഓരോ ഭക്തന്മാരും ഈ സാത്വിക ഗുണത്താൽ ഭക്തിയിലൂടെ ഭഗവാനെ ലയിച്ചവരാണ്. അപ്പോൾ നമുക്കും പൂർണ്ണമായ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുമ്പോൾ നമ്മളും ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു. അതിനാൽ ഭഗവാന് സത്കൃത എന്ന നാമധേയം. അടുത്ത നാമധേയം സാധു എന്നാണ്. സാധു എന്നാൽ എപ്പോഴും നന്മ മാത്രം ചിന്തിച്ച് നന്മ മാത്രം പ്രവർത്തിച്ച് നന്മ മാത്രം ചെയ്യുന്നതാരാണോ അവരെ സാധു എന്ന് പറയുന്നു. അവരുടെ ആത്മാവ് എപ്പോഴും
പൂർണ്ണതയിലുള്ളതാണ്, പവിത്രമായിരിക്കുകയാണ്. അവരുടെ ജ്ഞാനം എപ്പോഴും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പരമമായ സാധു സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. അതിനാൽ ഭഗവാന് സാധു എന്ന നാമധേയം. അടുത്ത നാമധേയം ജഹ്നു എന്നാണ്. ഏതൊരു കൂട്ടത്തിൻ്റെയും നേതാവായി നിൽക്കുന്നതാരാണോ അവരെ ജഹ്നു എന്ന് പറയുന്നു. അതായത് ഏറ്റവും നല്ല കാര്യങ്ങളിൽ നിന്നും സൃഷ്ടികളെ ഓരോ രീതിയിൽ കൊണ്ടുവന്ന് അവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനാൽ, അവരുടെ കർമ്മങ്ങളെ സത്കർമ്മങ്ങളായി മാറ്റുന്നതിനാൽ ഭഗവാനെ ജഹ്നു എന്ന് പറയുന്നു. അടുത്ത നാമധേയം നാരായണ എന്നാണ്. നാരായണ എന്ന നാമധേയത്തിന് പല അർത്ഥങ്ങളാണുള്ളത്. അതായത് നാരായണൻ എന്നാൽ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിൽ ആദ്യത്തെ വ്യാഖ്യാനം നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നർത്ഥം. അതിൽ അയനം എന്നാൽ സംരക്ഷണം എന്നർത്ഥം. അപ്പോൾ നാരായണൻ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും സംരക്ഷിക്കുവാൻ ആർക്കാണോ ശക്തിയുള്ളത് അദ്ദേഹത്തെ നാരായണൻ എന്ന് പറയുന്നു. അടുത്ത ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ നര എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ, ഒരു സമൂഹത്തെ നര എന്ന് പറയുന്നു. അതുപോലെ നാരായണൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഒരു മനസ്സിനെ ഉപേക്ഷിച്ചിട്ട് മറ്റു കൂട്ടങ്ങൾക്കായി പ്രവർത്തിക്കുന്നതാരാണോ അവരെ നാരായണൻ എന്ന് പറയുന്നു. അടുത്ത ഒരു അർത്ഥം, അതായത് നര എന്ന് പറഞ്ഞാൽ ഈശ്വര എന്ന ഒരു അർത്ഥമുണ്ട്. അതായത് പല തത്വങ്ങളാൽ ഏതൊരു ശക്തിയാണോ പഞ്ചഭൂതങ്ങൾക്കും അപ്പുറമായി നിൽക്കുന്നത് അവരെ നര എന്ന് പറയുന്നു. അതുപോലെ ആ ഒരു ശക്തിക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ ഒരു ശക്തിയുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ എപ്പോഴും സാത്വികമായ തത്വങ്ങളുടെ ഒരു ഉന്നതമായ സ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഭഗവാന് നാരായണൻ എന്ന നാമധേയം. അടുത്ത ഒരു അർത്ഥം എന്ന് പറയുന്നത് നര എന്ന് പറഞ്ഞാൽ ജലം എന്നർത്ഥം. അതായത് നമ്മുടെ പല പുരാണങ്ങളിലും എല്ലാം തന്നെ ഈ ജലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് ഭഗവാൻ എപ്പോഴും അനന്തന്റെ മുകളിൽ ആ ജലത്തിൽ തന്നെയാണുള്ളത്. അതുപോലെ നമ്മുടെ ആ ഒരു അണ്ടത്തെ സൃഷ്ടിച്ചപ്പോഴും പല സംവത്സരം ആ ഒരു അണ്ടം, സ്വർണ അണ്ടം എന്ന് പറയുന്നത് ഈ ജലത്തിൽ തന്നെയാണ് നിന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തും തന്നെ നമ്മുടെ ഓരോ സൃഷ്ടി സമയത്തും നമ്മുടെ ആ ഒരു അണ്ടം ആ ഒരു ജലത്തിലാണ് ആദ്യം നിമഗ്നമായി നിൽക്കുന്നത്. അതിനാൽ ഭഗവാൻ എപ്പോഴും ആ ജലത്തിൽ നിമഗ്നനായി നിന്നുകൊണ്ട് ആ ഒരു കൈകളിൽ ആ ഒരു താമരയെ വെച്ചുകൊണ്ട് ആ ഒരു നാഭിയിൽ നിന്നും ആ ഒരു താമരയിൽ ബ്രഹ്മാവിനെ നിർത്തിക്കൊണ്ട് ഓരോ സൃഷ്ടിയും നടത്തുന്നു. അതിനാൽ ഭഗവാന് നാരായണ എന്ന നാമധേയം. അത് തന്നെയാണ് ഭാഗവതത്തിലും പറയുന്നത്. ഓരോ രൂപത്തിൻ്റെയും അംശം എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ഒരു ഭഗവാൻ ഏതൊരു പഞ്ചഭൂതങ്ങളുടെയും പിന്നിൽ നിന്നുകൊണ്ട് ഓരോ സൃഷ്ടിയും നടത്തുന്നു. ഒരു നന്മയ്ക്കും തിന്മയ്ക്കും പിന്നിൽ ഭഗവാൻ തന്നെയാണ്. അത് കാണുന്നതും ഭഗവാനാണ്. അയനം എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിക്കും ആ ഒരു വെളിച്ചത്തെ കൊടുക്കുകയും ചെയ്യുന്നത് ഭഗവാനാണ്. അതിനാലാണ് ഭഗവാന് നാരായണ എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് നര എന്ന് പറയുന്നത്. ഈ നര എന്ന് പറഞ്ഞാൽ സനാതനമായ ഒരു സൃഷ്ടിക്ക് പറയുന്ന ഒരു നാമമാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ പല സൃഷ്ടികൾ നടന്നപ്പോഴും ആ ഒരു സൃഷ്ടിയുടെ ഒരു ധർമ്മമാണ് നമ്മൾ ഏത് പാത സ്വീകരിക്കുക എന്നത്. സനാതനമായ പാത സൃഷ്ടിക്കുന്ന സനാതനമായ ഒരു പാതയെ ആരാണോ അതിലൂടെ നടക്കുന്നത് അവർ തീർച്ചയായും അതിൻ്റെ അവസാനം ഭഗവാനിൽ ലയിക്കുന്നു. അതിനാലാണ് അവർക്ക് ജനന മരണത്തിൻ്റെ ചക്രത്തിൽ നിന്നും ഒരു വിമുക്തി ലഭിക്കുകയും അവർ ഒരിക്കലും വീണ്ടും പുനർജനിക്കാതിരിക്കുകയും ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു. ഈ സനാതന പാതയെ
ആരാണോ ആ, ആ പാതയിലൂടെ പോകാത്തത് അവർക്ക് വീണ്ടും വീണ്ടും ജനനം സംഭവിക്കുകയും അവർ അവരുടെ പല യുഗങ്ങളിൽ പോയി അവർ ആ ഒരു സനാതന പാതയെക്കുറിച്ച് മനസ്സിലാക്കും വരെ അവർക്ക് ആ ജനനം സംഭവിക്കുകയും ചെയ്യുന്നു. അവസാനം നരപാതയിലൂടെ പോകുന്നു. നര എന്നാൽ സനാതന പാതയിൽ ആരൊക്കെയാണോ പോകുന്നത് അവരെ നര എന്ന് പറയുന്നു. അതിനാൽ അതിൻ്റെ ഉന്നതമായ സ്ഥാനത്തുള്ള ഭഗവാന് നര എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ സുപ്രസാദ, പ്രസന്നാത്മ, വിശ്വധൃക്, വിശ്വഭുക്, വിഭു, സത്കർത്ത, സത്കൃത, സാധു, ജഹ്നുർ, നാരായണ, നര എന്നിങ്ങനെ 11 നാമങ്ങളാണ്. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുക് വിഭുഃ സത്കർത്ത സത്കൃത സാധു ജഹ്നുർ നാരായണോ നരക. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.